ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് അർവ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് 4 സഹോദരങ്ങളെയാണ് നമ്മളെ കാണിക്കുന്നത്. കൂട്ടത്തില് മോമോ എന്ന പെൺകുട്ടിയുടെ ദേഹത്ത് പ്രേതബാധ കൂടി 2 കണ്ണുകളും വെള്ള നിറത്തിലായി. ഇപ്പൊ മോമോയുടെ ദേഹത്ത് ആ പ്രേതം അവരോട് പറയും, എന്തിനാ എന്നെ തനിച്ചാക്കിയത്? ഇവരാണെങ്കില് അത് കേട്ട് പേടിച്ചരണ്ട് കണ്ണും തള്ളി നിൽക്കുകയാണ്. ഇക്കൂട്ടത്തില് അങ്ക അവരോട് പറയും, ഇത് നമ്മുടെ മോമോ അല്ല, സോഫിയാണ്. അങ്ക പതിയെ ചെന്ന് മോമോനെ ഒന്ന് തൊട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. അവൻ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ 4 പേരും പ്രേതം കേറിയതുപോലെ കിടന്ന് വിറയ്ക്കുക. കണ്ണുകളൊക്കെ വെള്ള നിറത്തിലായി, വായിൽ നിന്ന് കറുത്ത പുകയൊക്കെ പോകുന്നുണ്ട്. ഇവിടെയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, അർവ. പിന്നീട് അടുത്ത സീനില് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്. നമ്മുടെ കഥാനായകൻ അങ്ക അവന്റെ സഹോദരങ്ങളെ ഫോൺ ചെയ്ത് വെക്കേഷൻ ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. കൂട്ടത്തിലെ ഏറ്റവും മുതിർന്നത് ഈ ജോജു ആണ്. പിന്നെ അങ്ക, മോമോ, നിൻഡി, ഇവർക്ക് 4 പേർക്കും സോഫി എന്നൊരു കുഞ്ഞനീത്തിയുണ്ട്. യഥാർത്ഥത്തില് ഇവര് സഹോദരങ്ങളല്ല, ഫോസ്റ്റർ സഹോദരങ്ങളാണ്, അനാഥരാണ്. ഇവരെ ദത്തെടുത്ത് വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ആബ എന്നൊരു നല്ല മനുഷ്യനാണ്. ഇപ്പോ 4 പേരും സിറ്റിയിലേക്ക് വന്ന് പല പല ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. ഏകദേശം 5-6 വർഷങ്ങളായി അവര് നാട്ടിലേക്ക് പോയിട്ട് അച്ഛനെ കണ്ടിട്ട്. പലർക്കും ജോലി തിരക്ക് കാരണം അതിന് സമയം കിട്ടാറില്ല. ഇപ്പോഴും നിൻഡിക്ക് നാട്ടിലേക്ക് പോവാൻ തീരെ താല്പര്യമില്ല, സമയവുമില്ല. പക്ഷേ അങ്ക അവരെല്ലാവരെയും സമ്മതിപ്പിക്കുകയാണ്. നാളെ രാവിലെ തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകും. ഉടനെ തന്നെ അങ്ക അനിയത്തി സോഫിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞങ്ങള് നാട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ്. സോഫിക്കും ഒരുപാട് സന്തോഷായി. അന്ന് രാത്രി അത്താഴം കഴിക്കുമ്പോഴും സോഫി അച്ഛനോട് അവര് നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പുള്ളിക്കാരനെ ഇപ്പൊ കൂട്ടായിട്ട് സോഫി മാത്രമേ ഉള്ളൂ. വൈഫ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരാള് പേടിച്ച് വെപ്രാളപ്പെട്ട് ആ വീട്ടിലേക്ക് ഓടി വരും. അതായത് ഈ ആബ ഒരു ഷാമനാണ്, മന്ത്രവാദിയാണ്. അയാളിപ്പോ ഷാമന്റെ സഹായം ചോദിച്ച് വന്നതാണ്. മിലയുടെ ദേഹത്ത് വീണ്ടും പ്രേതബാധ കൂടി, എത്രയും പെട്ടെന്ന് വരണം. പുള്ളിക്കാരൻ അങ്ങനെ പ്രേതബാധ ഒഴിപ്പിക്കാനായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു. നീ വീണ്ടും വന്നു അല്ലേ? ഇതും പറഞ്ഞ് ആബ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. ഇപ്പോ ആ പ്രേതം കരഞ്ഞോണ്ട് പറയും, എന്നെ സഹായിക്കണം, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല, ഞാൻ സ്വയം മരിച്ചതല്ല, എന്നെ കൊന്നതാണ്. ഇത് കേട്ടതോടെ ആബ ആ പ്രേതത്തിനോട് പറയും, അതിന് നീ എന്തിനാ ഈ കൊച്ചു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത്? ഒഴിഞ്ഞു പോ എന്നും പറഞ്ഞ് മന്ത്രങ്ങൾ ചൊല്ലുവാണ്. ആ പ്രേതം അങ്ങനെ മിലയുടെ ദേഹത്ത് നിന്ന് ഒഴിഞ്ഞു പോവാണ്. അടുത്ത ദിവസം സോഫി വീടിന്റെ മുറ്റൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം എന്തോന്ന് സോഫിയുടെ പിന്നിലൂടെ നീങ്ങി പോകുന്നത് നമുക്ക് കാണാം. എന്നാ അവള് തിരിഞ്ഞു നോക്കിയിട്ട് അവിടെ ഒന്നിനെയും കാണുന്നില്ല. അപ്പോഴേക്കും സോഫിയുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വീട്ടിലെത്തി. സോഫി അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ആ ബാഗൊക്കെ എടുത്തു വെക്കാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. ഈ സമയം മോമോ സോഫിയോട് ചോദിക്കും, ഞങ്ങളില്ലാത്തത് കാരണം നീ ഈ മുറിയിൽ തനിച്ചല്ലേ? നീ ഇപ്പോഴും നിന്റെ ആ പാവയെ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങുന്നേ. സോഫിക്കാണെങ്കില് ആ പാവ അത്രയും പ്രിയപ്പെട്ടതാണ്. ഈ സമയം നിന്റെ അനിയത്തിയോട് മാപ്പ് പറയും, ഞാൻ നിനക്ക് വേണ്ടി നല്ലൊരു പാവയെ വാങ്ങിയതായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, വരുന്ന വഴിക്ക് അത് അൻകയുടെ വീട്ടിൽ വെച്ച് മറന്നുപോയി. സോഫിയുടെ കയ്യിലുള്ള ആ ഒരു പാവയ്ക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. സോഫി കുഞ്ഞായിരുന്നപ്പോ 2-3 പിള്ളേർ ചേർന്ന് ആ പാവയെ പിടിച്ചു വാങ്ങി അത് കീറിക്കളഞ്ഞു. അന്ന് ചേട്ടന്മാര് 2 പേരും ചേർന്ന് അടിപിടി ബഹളമൊക്കെ ഉണ്ടാക്കി അവൾക്ക് ആ പാവയെ തിരികെ കൊടുത്തു. ചേച്ചിമാര് 2 പേരും ചേർന്ന് ആ പാവയുടെ കൈയും കാലൊക്കെ തുന്നിച്ചേർത്ത് അത് ശരിയാക്കി കൊടുത്തത്. ഇതിനുശേഷം നിൻഡി സോഫിയുടെ കയ്യില് ഒരു ബ്രേസ്ലെറ്റ് കെട്ടി കൊടുക്കുന്നുണ്ട്, അവൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോ അന്ന് രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് അൻക തന്റെ അനിയത്തി കുട്ടിക്ക് പുതിയൊരു മൊബൈൽ ഫോൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവരൊന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നു. ഈ സമയം നായകന് അവരുടെ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അമ്മയുണ്ടായിരുന്ന സമയത്ത് ആ സ്ത്രീ അവര് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര കൊണ്ടുപോവായിരുന്നു. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമുണ്ട്, അതൊരു വെള്ളച്ചാട്ടമാണ്. അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കാനായിട്ട് അവർ ഇന്ന് തന്നെ ആ വെള്ളച്ചാട്ടം കാണാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം ഇന്ന് രാത്രി തന്നെ അവര് സിറ്റിയിലേക്ക് തിരിച്ചു പോകും. പെട്ടെന്ന് തന്നെ അവർ ആ വെള്ളച്ചാട്ടം കാണാനായിട്ട് റെഡിയായി കാറിലേക്ക് വന്ന് കയറി. എന്നാൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്
എത്തുന്നതിന് മുന്നെയാണ് ജോജോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവരുടെ ഡാഡിയുടെ പഴയ കാറ് അതിപ്പോ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങളായി. എന്തായാലും ഇതൊരു ഓർമ്മ പുതുക്കാനുള്ള യാത്രയല്ലേ, എന്നാ പിന്നെ ഡാഡിയുടെ കാർ തന്നെ മതിയെന്നും പറഞ്ഞ് ജോജോ ഒത്തിരി വാശി പിടിച്ചു. അൻഗ പരമാവധി ചേട്ടനോട് പറഞ്ഞു നോക്കി, ജോജോ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് തന്നെ വർഷങ്ങളായി, അത് വേണോ? എന്നാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് കേട്ടാ മതിയെന്നും പറഞ്ഞ് ജോജോ അവരെ 4 പേരെ നിർബന്ധിച്ച് ആ കാറിലേക്ക് വിളിച്ചു കയറ്റാണ്. ആ സമയത്ത് അൻഗയുടെ കയ്യിലുണ്ടായിരുന്ന അവന്റെ കാറിന്റെ ചാവി ഈ കാറിനകത്ത് വീഴുന്നുണ്ട്. ഇക്കാര്യം അവൻ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അവരങ്ങനെ ആ കാറിൽ കയറി അവിടെ നിന്ന് പോകുന്ന നേരത്ത് ഒരു കൊടയും പിടിച്ച് ഒരു സ്ത്രീ അവരുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. കയ്യിലൊരു റോസാപ്പൂവൊക്കെ ഉണ്ട്. ജോജോ ആണെങ്കിൽ ഡാഡിയുടെ കാർ ഓടിക്കുന്ന ആ ഒരു ത്രില്ലിങ്ങിലാണ്. അവൻ കുട്ടിക്കാലം മുതലേ ആഗ്രഹിക്കുന്നതാണ് ഡാഡിയുടെ ഈ കാർ ഓടിക്കാനായിട്ട്. അങ്ങനെ സന്തോഷം കൊണ്ട് എന്തൊക്കെയോ പിച്ചിയും പെയ്യൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുന്നില്ല. മറ്റുള്ളവർക്കാണെങ്കിൽ അവനിങ്ങനെ ഭ്രാന്തായിട്ട് കാർ ഓടിക്കുന്നത് കണ്ട് തന്നെ പേടിയാവാൻ തുടങ്ങി. ഈ സമയം ജോജോ കാറിന്റെ ബ്രേക്ക് പിടിച്ചു നോക്കി, അത് വർക്ക് ചെയ്യുന്നില്ല. ബ്രേക്ക് കിട്ടാതായിപ്പോ ജോജോ പേടിച്ച് കരഞ്ഞ് ബഹളം വെക്കുന്നത് കാണുമ്പോ മറ്റുള്ളവരെന്താ വിചാരിക്കുക, ചേട്ടൻ അവരെ പറ്റിക്കാണ്, പ്രാങ്ക് ചെയ്യാണെന്ന്. പക്ഷേ യഥാർത്ഥത്തില് ബ്രേക്ക് വർക്ക് ചെയ്യുന്നില്ല. ഇതറിഞ്ഞതോടുകൂടി എല്ലാവരും കരഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. അവർക്ക് എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുത്ത് ചാടണോ, യാതൊരു പിടുത്തവുമില്ല. അങ്ങനെ തന്നെ കൺട്രോൾ നഷ്ടപ്പെട്ട് കാറ് സ്കിഡായി അതങ്ങനെ തലയും കുത്തി വീഴുന്നുണ്ട്. എല്ലാവർക്കും നല്ലതുപോലെ പരിക്ക് പറ്റുന്നുണ്ട്. ജോജോ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങി മറ്റുള്ളവരെ പുറത്തേക്ക് ഇറങ്ങാൻ സഹായിക്കുകയാണ്. പക്ഷേ അനീത്തിക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് മുന്നേ കാറിന് തീ പിടിച്ച് അത് പൊട്ടിത്തെറിക്കുകയാണ്. അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ സോഫി മരണപ്പെടുന്നു. അടുത്ത സീനില് നായകൻ കണ്ണു തുറക്കുന്നത് അവരുടെ വീട്ടിലാണ്. തൊട്ടടുത്ത് ജോജോ കിടന്നുറങ്ങുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ചേട്ടനെ തട്ടി വിളിക്കുന്നുണ്ട്. എടാ എണീക്കിടാ, ഇപ്പോ ഇവിടെ നടന്നത് സത്യമാണോ അതോ അവര് രണ്ടുപേരും ചേർന്ന് സ്വപ്നം കണ്ടതാണോ? അവരെ പേടിച്ച് വെപ്രാളപ്പെട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അൻഗ ഡാഡിയോട് ചോദിക്കും, സോഫി എവിടെ? അതിന് ഡാഡി ഒന്നും മിണ്ടുന്നില്ല. അതൊരിക്കലും ഒരു സ്വപ്നമായിരുന്നില്ല. സോഫി ആ ഒരു അപകടത്തില് മരണപ്പെട്ടു. ഇതെല്ലാം വിധിയാണ്, നമ്മൾ അനുഭവിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഡാഡി അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇനി ഈ വീടിന് പുറത്തിറങ്ങരുത്, വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ഇനി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഇതും പറഞ്ഞ് ഡാഡി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഡാഡി പോയി ഉടനെ തന്നെ നിന്തി ചേട്ടനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അൻഗ എത്ര തവണ പറഞ്ഞതാ അത് പഴയ കാറാണ്, അത് എടുക്കണ്ടെന്ന്. പക്ഷേ നീ അത് കേട്ടില്ല. ഇപ്പോ ഈ അപകടം നടക്കാൻ കാരണം അത് നീയാണ്. അവിടെ ആകെ തർക്കവും ബഹളമായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി തർക്കിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അലമാരയിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. അൻഗ ആ ഫോൺ എടുത്തു നോക്കി. അത് സോഫിയുടെ പഴയൊരു ഫോണാണ്. അവൻ പേടിച്ച് ആ ഫോൺ കോൾ എടുത്തു നോക്കി. അവനെ കൊണ്ട് അത് വിശ്വസിക്കാൻ വയ്യ. ആ ഫോണിൽ സംസാരിക്കുന്നത് സോഫിയുടെ പ്രേതമാണ്. എന്തിനാ നിങ്ങൾ എന്നെ തനിച്ചാക്കി പോയത്? 3 പേരും ആ ശബ്ദം കേട്ടാകെ ഷോക്കായി. അവരെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നായകനാണെങ്കിലെ പേടിച്ചിട്ട് ആ ഫോൺ അങ്ങ് താഴേക്കിട്ടു. ഇതേ സമയം തന്നെ ഒരു കൊടയും പിടിച്ച് ആ വെള്ള വസ്ത്രമിട്ട സ്ത്രീ ഇവരെ തന്നെ നോക്കിക്കൊണ്ട് വീടിന് വെളിയിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നായകൻ എന്തൊക്കെയോ പറഞ്ഞ് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ വെറുതെ ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടി വെറുതെ പേടിക്കാണ്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതിന് കാരണം നീയോ ഞാനോ അല്ല. പക്ഷേ ജോജോ അത് സമ്മതിക്കില്ല. നിന്തി പറഞ്ഞതാണ് ശരി. സോഫി മരിക്കാൻ ഞാനാണ് കാരണം, ഞാനാണ് കാരണക്കാരൻ. മറുവശത്ത് നിന്തി സോഫിയുടെ പാവയും പിടിച്ച് സങ്കടപ്പെട്ടിരിക്കുക. ഈ സമയം അവൾക്ക് ആ മുറിയിലെ സോഫിയുടെ ശബ്ദം കേൾക്കാം. നിന്തി എന്നെ വിട്ട് പോവല്ലെന്നാണ് സോഫി അവളോട് പറയുന്നത്. അവളാകെ പേടിച്ച് വരണ്ട് പതിയെ പതിയെ ജനാലയുടെ അടുത്തേക്ക് നടന്നു. ആ ശബ്ദം കേൾക്കുന്നത് വീടിന്റെ പുറത്തുനിന്നാണ്. പെട്ടെന്ന് നിന്തിയുടെ ഷോൾഡറിൽ ഒരു പ്രേത കൈ വന്ന് പിടിക്കുന്നുണ്ട്. ടബയെന്ന് പറഞ്ഞ് കരണ്ടും പോയി. അവള് സോഫിയുടെ പ്രേതത്തെ കണ്ട് അലറി വിളിച്ചോണ്ട് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടുന്ന നേരത്താണ് മോമോ ആ മുറിയിലേക്ക് വരുന്നത്. അവള് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും മോമോ അത് വിശ്വസിക്കില്ല. ഒരല്പസമയം കഴിഞ്ഞ് ജോജോ വാഷ്റൂമിലേക്ക് ചെല്ലുന്നു. അപ്പൊ ദേ ആ ഡോർ അങ്ങനെ തനിയെ തുറന്നു വന്നു. അവനങ്ങനെ ബ്രഷ് ചെയ്ത് വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ മുകളിൽ നിന്ന് അവന്റെ ദേഹത്തേക്ക് എന്തോ ഒന്ന് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. എന്തോ പന്തികേട് തോന്നി ജോജോ മുകളിലേക്ക് നോക്കുമ്പോഴോ അത് സോഫിയുടെ പ്രേതമാണ്. അതങ്ങനെ തൂങ്ങിക്കിടക്കുക. ഈ കരച്ചിലും ബഹളൊക്കെ കേട്ട് മറ്റു 3 പേരും അങ്ങോട്ട് ഓടിയെത്തി. അവൻ സോഫിയുടെ പ്രേതത്തെ കണ്ടു എന്ന് പറയുന്നത് കേൾക്കുമ്പോ നിന്റെ നേരെ തിരിഞ്ഞ് നമ്മുടെ മോമയെ നോക്കും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അന്ന് രാത്രി അവരെങ്ങനെയൊക്കെയോ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കാർക്കും ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. ഡാഡി സോഫിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പുറത്തേക്ക് പോയിരിക്കുക. ഇവർക്കാണെങ്കിൽ ഈ വീട്ടിലിപ്പോ എന്താണ് ഈ നടക്കുന്നതെന്ന് യാതൊരു പിടുത്തവുമില്ല. കാരണം സോഫി എന്തിനാണ് അവരെ ഭയപ്പെടുത്തുന്നത്? അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അവരെങ്ങനെയൊക്കെയോ ഒരു വിധത്തില് ഉറങ്ങാൻ കിടന്നു. എന്നാ വീടിന് വെളിയിലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. ആരോ ഈ നട്ടപ്പാതിരിക്ക് മുറ്റടിച്ചോണ്ടിരിക്കുക. ഇനി ലൈറ്റ് ഇട്ടത് കാരണമാണ് ഉറങ്ങാൻ പറ്റാത്തത്. നായകൻ എണീറ്റ് ചെന്ന് ലൈറ്റ് ഓഫ് ആക്കാൻ നോക്കുമ്പോഴേക്കും ടബയെന്ന് പറഞ്ഞ ലൈറ്റ് ഓഫായി. അവനാകെ കൺഫ്യൂസ് ആയി. അൻഗ തിരികെ ബെഡിലേക്ക് നടക്കുമ്പോ പെട്ടെന്ന് ലൈറ്റ് തനിയെ ഓണായി.
ഇതങ്ങനെ ലൈറ്റ് ഓണായി ഓഫ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോ അൻഗ ബെഡിലേക്ക് നോക്കുമ്പോ നിന്റിക്ക് തൊട്ടായിട്ട് സോഫിയുടെ പ്രേതം കിടക്കുന്നുണ്ടായിരുന്നു. ഇവനങ്ങനെ പേടിച്ചിട്ട് ആ പ്രേതത്തെ ചൂണ്ടിക്കാണിക്കും. പക്ഷേ നിന്റി അവനെ നല്ല ചീത്ത വിളിക്കും. നീ എന്താ തമാശ കളിക്കുകയാണോ? ഇതും പറഞ്ഞ് അവള് ബെഡിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ സോഫിയുടെ പ്രേതത്തെ കാണാം. അവള് പിന്നെ ഒച്ച വെക്കാനോ അലറിക്കരയാനൊന്നും നിന്നില്ല. വേഗം തന്നെ മോമോന്റെ ബെഡില് മിണ്ടാതെ കിടക്കുക. സോഫിയുടെ പ്രേതം അവരോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അടുത്ത ദിവസം നിന്റിക്കും ജോജോയ്ക്കും നന്നായിട്ട് പനിക്കുന്നുണ്ട്. മറ്റു രണ്ടുപേർക്കും യാതൊരു കുഴപ്പമില്ല. ഇന്നലെ രാത്രി അവര് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് മോമോ അവർക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് പോയി. അവളങ്ങനെ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുമ്പോ കിച്ചണിലെ ടാപ്പ് തനിയെ തുറന്നു. അങ്ങനെ തന്നെ മോമോന്റെ കൈ മുറിയുന്നുണ്ട്. ഇവിടെ മറുവശത്ത് അൻഗ ഡാഡി വരുന്നത് നോക്കി വീടിന് പുറത്തിരിക്കുകയാണ്. ഈ സമയത്താണ് ആ വൈറ്റ് ഡ്രസ് ഇട്ട സ്ത്രീ അവനോട് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നത്. ഇന്നെന്തായാലും കയ്യില് റോസാപ്പൂവും കൊടയൊന്നുമില്ല. ഈ സ്ത്രീ അവരുടെ അയൽവാസിയാണ്. പേര് മാഡം റോസ്. അൻഗ ആ സ്ത്രീ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ ആ സ്ത്രീയെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ത്രീ ആകെ വീടായിട്ടാണ് സംസാരിക്കുന്നത്. നീ സോഫിയെ കണ്ടു അല്ലേ? ഇത് കേട്ടതോടെ അൻഗ ആകെ തരിച്ചുപോയി. സോറി, നിങ്ങൾ എന്തീ പറയുന്നേ? അതിന് റോസ് പറയും, ഈ വീട്ടിലിപ്പോ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയാം. നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിലേ എന്റെ വീട്ടിലേക്ക് വന്നാ മതി എന്നും പറഞ്ഞ് റോസ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോയി. ഇവർ ഇന്നലെ രാത്രി സോഫിയുടെ പ്രേതത്തെ കണ്ട കാര്യം ഈ സ്ത്രീ എങ്ങനെ മനസ്സിലാക്കി? ഇത് ചിന്തിച്ച് അൻഗ അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും മോമോ അങ്ങോട്ട് വന്നു. ഹേയ്, നീ ഇവിടെ തനിച്ച് എന്ത് ചെയ്യാ? നീ ആരോട് സംസാരിച്ചല്ലോ? അല്ല, ഡാഡി വന്നോ? ഇവരെങ്ങനെ ഡാഡി വരുന്നതും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ആബ പറഞ്ഞത് ഇവരോട് വീടിന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നല്ലേ? എന്നാ ഇത്രയും നേരമായിട്ടും ഡാഡി തിരികെ വന്നിട്ടില്ല. നമുക്ക് ആബയെ തെരഞ്ഞു പോയാലോ? അതിന് നിന്റി അവരോട് പറയും, ഡാഡി പറഞ്ഞതല്ലേ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന്. അദ്ദേഹം അത് 2-3 പ്രാവശ്യം പറഞ്ഞതല്ലേ. നമുക്ക് ആബ വരുന്നത് വരെ കാത്തിരിക്കാം. ഇത് കേട്ടതോടുകൂടി ജോജോയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവൻ നിന്റിയോട് തർക്കിക്കാൻ തുടങ്ങി. അവര് കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി സംസാരിച്ചോണ്ടിരിക്കുക. ഈ ജോജോയ്ക്ക് ഒരുപാട് കടങ്ങളുണ്ട്. ചൂത് കളിച്ച് ഒരുപാട് കടങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ അൻഗ ഇല്ലായിരുന്നെങ്കിലേ നീ വല്ല സ്ട്രീറ്റിലും കിടക്കേണ്ടി വന്നേനെ. ഇത് കേട്ട് ജോജോയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഞാനൊരിക്കലും ആർക്കൊരു ഭാരമായിട്ടില്ല. ആബ ഒരു സാധാരണ അധ്യാപകനാണ്. അദ്ദേഹത്തിന് അത്രയും ശമ്പളമൊന്നുമില്ല. എന്നിട്ടും അദ്ദേഹം അവരെ 5 പേരെയും സ്വന്തം മക്കളായിട്ടാണ് വളർത്തിയത്. ആബയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയാണ് ജോജോ പഠിപ്പ് നിർത്തി ജോലിക്ക് പോവാൻ തുടങ്ങിയത്. ആബയെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ. അതുകൊണ്ട് മാത്രമാണ് മറ്റു 3 പേർക്കും പഠിക്കാൻ പറ്റി, നല്ല ജോലി കിട്ടി. അങ്ങനെ ആ തർക്കവും ബഹളമൊക്കെ കഴിഞ്ഞ് നമ്മുടെ നായകൻ ജോജോയോട് മാപ്പ് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നീ പഠിപ്പ് നിർത്തിയത് അത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന്. ഞങ്ങൾ കരുതിയത് നീ മടിയനാണെന്ന്. ചേട്ടനനിയനും അങ്ങനെ അച്ഛനെയും അമ്മേനെയും കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ജോജോയ്ക്ക് നല്ല സങ്കടമുണ്ട്. നിന്റി അവനെ എപ്പോഴും കുറ്റപ്പെടുത്തും. തിരിച്ച് ജോജോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അതിനെ അൻഗ അവനെ സമാധാനിപ്പിക്കുകയാണ്. സാരല്ലേ, പോട്ടെ, നീ ഞങ്ങളുടെ ചേട്ടനല്ലേ. കുറച്ചു കഴിഞ്ഞാ നിന്റെ ഇതൊക്കെ മറക്കും. സമയം സന്ധ്യാവാറായി. അവരുടെ ഡാഡി ഇപ്പോഴും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഇനി എന്തായാലും നായകനെ കൊണ്ട് കാത്തിരിക്കാൻ വയ്യ. അവൻ ആബയെ തെരഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവന്റെ കാറിന്റെ ചാവി കാണുന്നില്ല. കാറിന്റെ ചാവി ഉണ്ടായിരുന്നത് ആ കത്തിക്കരിഞ്ഞ കാറിലാണ്. നമുക്ക് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ വല്ല ടാക്സിയോ ബസ്സോ കിട്ടുമെന്ന് നോക്കാം. അവര് ഡാഡി തെരഞ്ഞിറങ്ങി. അവര് ടാക്സിക്ക് കൈ കാണിച്ച് നോക്കിയെങ്കിലും ആ ടാക്സിക്കാരൻ അവരെ കണ്ട ഭാവമില്ലാതെ പോയി. ഈ നേരത്താണ് അൻഗ സോഫിയുടെ പ്രേതത്തെ കാണുന്നത്. ആ പ്രേതം ഇങ്ങനെ കാട്ടിലേക്ക് നടന്നു പോകുന്നു. അവനും പിന്നാലെ പോകുന്നുണ്ട്. മോമോ നായകന്റെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. ഡാഡിയെ തെരഞ്ഞിറങ്ങിയ അവര് ഇപ്പോ പ്രേതത്തെ തെരഞ്ഞ് ആ കാടിനകത്ത് നടക്കുകയാണ്. ഈ സമയം ആ കാടിനകത്തെ പാലത്തില് സോഫിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രേസ്ലെറ്റ് കാണാം. അവൾ അത് എടുക്കുന്നതിന് മുന്നേ പെട്ടെന്ന് എന്തോന്ന് മോമോന്റെ പിന്നിലൂടെ പാഞ്ഞുപോയി. അവള് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴോ ആ പാലത്തിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് കാണുന്നില്ല. ഇവിടെ മറുവശത്ത് അൻഗ ആ പ്രേതത്തിന്റെ പിന്നാലെ ഓടി ഓടി അവസാനം സോഫി ഒരു മരത്തിന്റെ മുകളില് പറന്നു നിൽക്കുക. എവിടെ നോക്കിയാലും സോഫിയുടെ പ്രേതാണ്. കുറെ പ്രേതമുണ്ട്. അവൻ ആ പ്രേതത്തെ കണ്ട് പേടിച്ച് വിറച്ച് നിലത്തേക്ക് മറിഞ്ഞു വീണു. പിന്നെ അൻഗ തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. മറുവശത്ത് വീട്ടിലെ ജോജോ അനിയത്തിയോട് മാപ്പ് പറയുന്നുണ്ട്. ഞാൻ നിന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചു, എന്നോട് പൊറുക്ക്. പക്ഷേ ഇത് കേട്ടിട്ടും നിന്റെ ഒന്നും മിണ്ടുന്നില്ല, അനങ്ങാതെ നിൽക്കുക. പെട്ടെന്നാണ് ഡോറും തുറന്നുകൊണ്ട് നിന്റി ആ മുറിയിലേക്ക് വരുന്നത്. അങ്ങനെ തന്നെ ജോജോയുടെ തൊട്ടടുത്ത് നിന്നിരുന്ന നിന്റിയില്ലേ, അതങ്ങ് മറഞ്ഞുപോയി. ഇവിടെ നായകൻ എങ്ങനെയൊക്കെയോ മോമോയെ കണ്ടെത്തി ആ കാടിനകത്ത് നിന്ന് പുറത്തു കിടക്കാനായിട്ട് അവരങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ ഓടിയാലും അവർ അവസാനം വന്നു നിൽക്കുന്നത് അതേ പാലത്തിനടുത്താണ്. അവരിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. മറുവശത്ത് നിന്റി മുടിയൊക്കെ ചീകി ജോജോയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അവൾക്ക് ചേട്ടനോടുള്ള പിണക്കൊക്കെ മാറി. പെട്ടെന്ന് നിന്റിക്ക് സ്ട്രെയിഞ്ച് ആയിട്ട് എന്തൊക്കെയോ ഫീൽ ചെയ്യാൻ തുടങ്ങി. നിന്റിക്ക് ആ കണ്ണാടിയിലെ
തന്നെ തന്നെ ഒരു പ്രേതമായിട്ട് കാണാൻ തുടങ്ങി. ഇവിടെ മറ്റു രണ്ടുപേരും ആ കാടിനകത്ത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോ മോമോ പറയും എന്തോ ഒരു വൃത്തിയായിട്ടൊരു സ്മെല്ലുണ്ട്. അതെന്താന്നറിയാൻ അൻഗ ചുറ്റും ടോർച്ചടിച്ച് നോക്കുമ്പോ ഈ പാതിരാത്രിക്ക് മാഡം റോസ് ഒരു കൊടയൊക്കെ ചൂടി കാടിനകത്ത് നിൽക്കുകയാണ്. ആ സ്ത്രീ അങ്ങനെ പതിയെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. നായകൻ പിന്നെ ഒന്നും തന്നെ ചിന്തിക്കാൻ നിന്നില്ല. ഈ കാടിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമില്ലെന്നും പറഞ്ഞ് റോസിന്റെ പിന്നാലെ ഓടുകയാണ്. അങ്ങനെ അവസാനം അവർ ആ കാടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇപ്പോ മോമോ നായകനോട് പറയും ആപ പറഞ്ഞത് ശരിയാണ്, നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാൻ പാടില്ലായിരുന്നു. അല്ല അൻഗ, നീ ആ കാടിനകത്ത് ആരെയാ ഫോളോ ചെയ്തത്? അതാരാ? ഇത് കേട്ട് അൻഗ ഉടനെ തന്നെ മാഡം റോസിന്റെ വീട് കാണിച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ അവൻ അനിയത്തിയെ കൂട്ടി മാഡം റോസിന്റെ വീട്ടിലേക്ക് നടന്നു. മോമോയ്ക്ക് യാതൊരു പിടുത്തമില്ല ഇവൻ എങ്ങോട്ടായി പോകുന്നെന്ന്. അവര് റോസിന്റെ വീട്ടിലെത്തിയ ഉടനെ തന്നെ വീടിന്റെ ഡോറൊക്കെ തനിയെ തുറന്നു. റോസ് ഒരു ചായയൊക്കെ കുടിച്ച് അവരെ കാത്തിരിക്കുകയാണ്. സോഫിക്ക് ശാന്തി കിട്ടിയിട്ടില്ല. കാരണം അവൾക്ക് ഈ മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവൾക്ക് നിങ്ങളോട് എന്തൊരു രഹസ്യം പറയാനുണ്ട്. അതുകൊണ്ടാണ് സോഫിക്ക് ഇവിടെ വിട്ടു പോവാൻ പറ്റാത്തത്. ഇത് കേട്ട് മോമോ ചോദിക്കും എന്ന് വെച്ചാ നിങ്ങൾ എന്തേ ഉദ്ദേശിക്കുന്നേ? അതിന് റോസ് മറുപടി പറയും നിങ്ങള് സോഫിയോട് പ്രോപ്പറായിട്ട് ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ടില്ല. അത് തന്നെ കാരണം. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും സോഫിയുമായിട്ട് സംസാരിക്കാൻ. പക്ഷേ ആദ്യം നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ആദ്യം എന്നെ ഹെൽപ്പ് ചെയ്യണം, എന്നാലേ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇത് കേട്ട് മോമോ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. അവൾക്ക് ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കാൻ വയ്യ. നായകനാണെങ്കിൽ സോഫിയുടെ പ്രേതത്തിനോട് സംസാരിക്കാനായിട്ട് മന്ത്രങ്ങൾ എഴുതിയ ഒരു പേപ്പർ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. റോസ് ഒരിക്കൽ കൂടി അവരെ വാൺ ചെയ്യും, ഒരിക്കലും അത് ഞാൻ പറയാതെ തുറന്നു നോക്കരുത്. നിങ്ങൾ ആദ്യം എന്നെ ഹെൽപ്പ് ചെയ്യണം, എന്നിട്ട് വേണം നിങ്ങൾ ആ പേപ്പർ തുറന്നു വായിക്കാൻ. അവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അടുത്ത സീനില് രണ്ടുപേരും തിരിച്ച് വീട്ടിലെത്തി. മോമോ നായകനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അൻഗ, എനിക്കറിയാം നീ ഒത്തിരി സ്ട്രെസ്സിലാണ്, അതുകൊണ്ട് നീ ആ സ്ത്രീ പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കരുത്. അപ്പോ അൻഗ ചോദിക്കും നിനക്ക് ഒരിക്കലും സോഫി ഇവിടെ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ലേ? ഇല്ല, ഒരിക്കലും മോമോ പ്രേതത്തെ കണ്ടിട്ടില്ല. ഇതൊക്കെ നിന്റെ തോന്നലാണ്. മോമോ ഇതൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ തയ്യാറല്ല. അൻഗ അങ്ങനെ കോഫി ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് പോകുന്നു. പെട്ടെന്ന് ടബയെന്ന് പറഞ്ഞ് സോഫി അതുവഴി പാസ് ചെയ്തു പോയി. ഇപ്പോഴും മോമോ പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടില്ല. അവള് പതിയെ വീടിന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം ഒരു പ്രേത കൈ വന്ന് മോമോന്റെ കാല് പിടിച്ച് വലിക്കുന്നുണ്ട്. അവള് പേടിച്ച് അലറിക്കൊണ്ട് വീടിനകത്തേക്ക് ഓടിക്കേറി. മറുവശത്ത് വീടിനകത്തുണ്ടായിരുന്ന ജോജോയ്ക്ക് ബെഡിനടിയിന്ന് സ്ട്രെയിഞ്ച് ആയിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. നോക്കുമ്പോ അത് സോഫിയുടെ പാവയാണ്. പെട്ടെന്ന് എന്തോ ജോജോന്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. ആരോ തന്റെ കൈ പിടിച്ച് വലിച്ചു എന്ന് പറഞ്ഞ് ജോജോ കരയുന്നത് കാണുമ്പോ മോമോ ഈ പ്രാവശ്യം തർക്കിക്കാനായിട്ട് നിന്നില്ല. കാരണം ആ പ്രേതം മോമോന്റെ കാല് പിടിച്ച് വലിച്ചതല്ലേ. ഇപ്പോ അൻഗ പറയും നമുക്ക് സോഫിയോട് സംസാരിക്കണം, അവൾക്ക് എന്താണ് വേണ്ടത് അത് ചോദിച്ചറിയണം. ഇത് കേട്ട് മോമോ ആകെ ഷോക്കായി. അപ്പൊ നീ റോസ് പറയുന്നതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഈ റോസ് എന്ന പേര് കേട്ട് മറ്റു രണ്ടുപേരും ആകെ ഷോക്കായി. റോസോ? അതാരാ? അവര് റോസിനെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് പോയതും ആ സ്ത്രീ അവരോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മോമോ മറ്റുള്ളവരോട് പറയും. ഇന്ന് രാവിലെയാണ് നായകൻ ആ സ്ത്രീയെ ആദ്യമായിട്ട് കാണുന്നതും സംസാരിച്ചതും. പക്ഷേ നമ്മള് സോഫിയുടെ പ്രേതത്തെ കണ്ട കാര്യം ആ സ്ത്രീ എങ്ങനെ അറിഞ്ഞു? അക്കാര്യം അവൻ എത്ര തന്നെ ചിന്തിച്ചിട്ടും യാതൊരു പിടുത്തം കിട്ടുന്നില്ല. ഇപ്പൊ നമുക്ക് ആ സ്ത്രീ പറയുന്നത് വിശ്വസിക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പെട്ടെന്ന് ടബയെന്ന് പറഞ്ഞ് ജനാല തുറന്നു വന്നു. എല്ലാവരും പേടിച്ചുപോയി. അൻഗ ധൃതി പിടിച്ച് ആ ജനാല അടയ്ക്കുന്നുണ്ട്. ഇപ്പോ നിന്റെയാണെങ്കില് എനിക്ക് തിരിച്ചു പോണം എന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. ഈ ഒരു അവസ്ഥയില് നീ ആബയെ തനിച്ചാക്കി പോവുകയാണോ? ആബ വരുന്നത് വരെയെങ്കിലും നിനക്ക് കാത്തിരുന്നൂടെ? ഒരു വിധത്തില് അവര് നിന്റെയെ സമാധാനപ്പെടുത്തി. ഈ സമയം വീടിന്റെ ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. ഇനി ഡാഡി തിരിച്ചു വന്നതാണോ? ജോജോ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് ഡോറ് തുറന്നു നോക്കി. അത് ഡാഡിയല്ല, റോസ് ആയിരുന്നു. മോമോ ദേഷ്യപ്പെട്ട് ആ സ്ത്രീയോട് ചോദിക്കും നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ? അതിന് റോസ് പറയും അൻഗ, ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. ഇവിടെ എന്താണ് ഈ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് യാതൊരു പിടുത്തവുമില്ല. ഇതിൽ കൂടുതൽ ആ സ്ത്രീ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ജോജോ വാതിൽ അടയ്ക്കാണ്. ഇത് കഴിഞ്ഞ് അൻഗ മുറിയിലേക്ക് ചെല്ലുമ്പോ പെട്ടെന്ന് സോഫിയുടെ പ്രേതം തൊട്ടടുത്ത മുറിയിലേക്ക് നടന്നു പോകും. അവൻ പതിയെ മുന്നോട്ട് നടന്ന് സോഫിയെ തെരഞ്ഞോണ്ടിരിക്കുക. നോക്കുമ്പോഴേ വീടിന് വെളിയില് സോഫി നിൽക്കുന്നുണ്ട്. പിന്നെ അവൻ ഒന്നും തന്നെ ചിന്തിക്കാൻ നിന്നില്ല. വീടിന് പുറത്തേക്ക് ഓടി അവളോട് സംസാരിക്കാനായിട്ട്. പക്ഷേ അപ്പോഴേക്കും മോമോ അങ്ങോട്ട് ഓടി വന്നു. പ്രേതം അവിടെ നിന്ന് മറഞ്ഞുപോയി. ആങ്കയ്ക്ക് പിന്നെ അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ വയ്യ, കരയുന്നുണ്ട്. ഞാൻ സോഫിയെ കണ്ടു, മോമോ നീ എന്നെ ഹെൽപ്പ് ചെയ്യേ, എനിക്ക് അവളോട് സംസാരിക്കണം. ഈ സമയം മാഡം റോസ് അവരുടെ അടുത്തുകൂടി പറന്നു പോകുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ട് രണ്ടുപേരാകെ പേടിച്ചു പോയി. എന്തായാലും ഇപ്പോ അവർക്കൊരു കാര്യം ഉറപ്പായി, ആ സ്ത്രീ ഒരു പ്രേതമാണ്. സോഫിയുടെ പ്രേതം മാത്രമല്ല അവരെ ഹോണ്ട് ചെയ്യുന്നത്. അവര് രണ്ടുപേരും പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് ഓടി
കയറി ഡോറ് ലോക്ക് ചെയ്യാണ്. പെട്ടെന്ന് ഫ്രണ്ട് ഡോറിൽ ആരോ പടപടയെന്ന് തട്ടാൻ തുടങ്ങി. ആ വാതിൽ അങ്ങനെ തനിയെ തുറന്നു വന്നു. ജോജോ പതിയെ ചെന്ന് പേടിച്ചിട്ട് ഡോർ അടയ്ക്കുന്നുണ്ട്. നായകനാണെങ്കിൽ അത് സോഫിയാണ്. എനിക്ക് അവളോട് സംസാരിക്കണം. ഡോറ് തുറക്കാൻ പറഞ്ഞ് ഒച്ച വെക്കാൻ തുടങ്ങി. 3 പേരും അവനെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് സോഫിയല്ല, പ്രേതാണ്, ഡോറ് തുറക്കല്ലേ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിടിവലിയായി ബഹളമായി. ആ ഡോറും തുറന്ന് 4 പേരും പൊത്തോന്ന് പറഞ്ഞ് താഴേക്ക് വന്ന് വീണു. അവരിപ്പോ വീടിന്റെ വെളിയിലേക്ക് നോക്കുമ്പോ തലയില്ലാത്ത സോഫിയുടെ പ്രേതത്തെ കാണാം. സ്റ്റേ വിത്ത് മീ. ഇത് തന്നെയാണ് സോഫി അവരോട് പറയുന്നേ. 4 പേരും പേടിച്ച് അലറിക്കൊണ്ട് മുറിക്കകത്തേക്ക് ഓടിക്കേറി. അൻഗ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. സോഫിയുടെ പാവയെടുത്ത് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. മോമോയ്ക്ക് ഇത് കണ്ട് ദേഷ്യം വന്നു. അവനെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മിണ്ടാതിരുന്നോ ഇതും പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ അൻഗ റോസ് അവനെ എഴുതി കൊടുത്തിരുന്ന ആ മന്ത്രങ്ങളില്ലേ അതൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഇതേ സമയം നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ വീടിന് വെളിയില് ഒരുപാട് ആളുകള് മരണാനന്തര ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ട്. അവര് ആബിയോട് സംസാരിക്കുന്നു. എല്ലാവരും ആ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയി. ഇവിടെ മുറിക്കകത്താണെങ്കില് ആ മുറി തന്നെ അങ്ങനെ മൊത്തത്തില് കുലുങ്ങാൻ തുടങ്ങി. ജനാല തനിയെ തുറക്കുന്നുണ്ട്. അലമാര കുലുങ്ങുന്നുണ്ട്. പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല. എന്തോ ഒരു അദൃശ്യ ശക്തി മോമോനെ അറ്റാക്ക് ചെയ്യുന്നു. അവള് പറന്ന് തെറിച്ച് താഴേക്ക് മറഞ്ഞു വീണു. നോക്കുമ്പോ ദേ മോമോന്റെ കണ്ണുകളൊക്കെ മുഴുവനായിട്ടും വെള്ള നിറത്തിലായി. സോഫിയുടെ ആത്മാവ് അവളെ പൊസസ് ചെയ്തിരിക്കുക. ഈ ഒരു സീനാണ് നമ്മൾ ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടത്. 4 പേരുടെ കണ്ണുകളും വെള്ള നിറത്തിലായി. വായിൽ നിന്നൊക്കെ കറുത്ത പുക വരുന്നുണ്ട്. അങ്ങനെ തന്നെ സമയം പിന്നിലേക്ക് പോകുന്നു. ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്ന് ആ കാറപകടത്തില് എല്ലാവർക്കും നല്ല രീതിയിൽ പരിക്ക് പറ്റി. സോഫി എങ്ങനെയൊക്കെയോ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കാറിന് തീ പിടിക്കുന്നു. അതങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഇവിടെയാണ് ചിത്രത്തിലെ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. അന്ന് അപകടത്തില് മരണപ്പെട്ടത് സോഫി ആയിരുന്നില്ല, മറിച്ച് അവര് 4 പേരുമായിരുന്നു. അവരായിരുന്നു യഥാർത്ഥ പ്രേതങ്ങള്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോ നിന്റെ ഡാഡിയോട് ചോദിക്കും, ആബ ഞങ്ങൾ ശരിക്കും മരിച്ചോ? അതിന് ആബ പറയും, നിങ്ങളിത് ഉൾക്കൊണ്ടേ പറ്റൂ, ഇതാണ് സത്യം. മരിച്ചതിന് ശേഷം നിങ്ങൾ ഈ 2 ദിവസം അനുഭവിച്ചത് അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന കുറ്റബോധം, ഭയം, ഇതൊക്കെയാണ്. ഈ സമയം സോഫി അങ്ങോട്ട് വരുന്നു. അവള് ആബയുടെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇപ്പോ സോഫിക്ക് തന്റെ സഹോദരങ്ങളെ കാണാം. അവര് പ്രോപ്പറായിട്ട് ഗുഡ് ബൈ പറഞ്ഞ് 4 പേരും അവിടെ നിന്ന് മറഞ്ഞു പോകുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആബ മകളെ കൂട്ടി ആ വെള്ളച്ചാട്ടം കാണാൻ വന്നിരിക്കുകയാണ്. ഈ സമയം റോസിന്റെ പ്രേതം സോഫിയോട് പറയും, നീ നിന്റെ ആബിയോട് പറ, ഞാൻ മരിച്ചതല്ല, എന്നെ ആരോ കൊന്നതാണ്, എന്നെ ഹെൽപ്പ് ചെയ്യേ. അങ്ങനെ തന്നെ റോസും അവിടെ നിന്ന് മറഞ്ഞു പോകുന്നുണ്ട്. റോസ് പലതവണ താൻ മരിച്ചതല്ല, തന്നെ ആരോ കൊന്നതാണെന്നും പറഞ്ഞ് ആ ശ്യാമനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആബ എന്തുകൊണ്ടായിരിക്കും റോസിനെ ഹെൽപ്പ് ചെയ്യാത്തത്? ഈ ഒരു സീനോടെയാണ് അർവ എന്ന ഈ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. താങ്ക് യു.